ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒന്നുമില്ല, വെറുതെ നോക്കി അടുക്കി വെച്ചിരിക്കുക കല്ല്. എന്ത് വിശ്വാസത്തിലാണല്ലോ അവർ അടുക്കി ചിത്രം. എന്തനുസരിച്ച് ഇരിക്കണ നോക്കി. ഒറ്റക്കൽ ശില്പം അതിന് മുകളിൽ കണ്ട അവിടെയും ഉണ്ട്, ഇതിൻ്റെ താഴത്തുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ സ്വർണം, വൈരങ്ങള്, പവിഴങ്ങള് ഇതൊക്കെ വെറുതെ കല്ലട്ടിട്ട് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നിട്ടാന്ന് അറിയൂ, ഈ കല്ലുകളില്ലേ, ഇതിരിക്കണ കല്ലുകള്. ഇതിൻ്റെ ഇടയിലൊന്നും സിമെൻറ്റോ അല്ലെങ്കിൽ സുറുക്കിയോ ഇതൊന്നും വെച്ചിട്ടില്ല കേട്ടാ. ഇത് വെറുതെ ഇങ്ങനെ അട്ടിട്ട് വെച്ചിരിക്കുക. ഞാൻ കാണിച്ചു കണ്ട, ഇത് അത് ഇതൊക്കെ നോക്കി വെറുതെ കല്ലട്ടിട്ട് വെച്ചിട്ടുള്ളൂന്ന്. അത് കണ്ട, ഇതൊക്കെ ഒരു ലോക്കിംഗ് സിസ്റ്റമാട്ടാ. ഇതിൻ്റെ മുകളിലത്തെ കല്ലുകള്, പിന്നെ ഇത് കണ്ടാ, ഇതൊക്കെ ലോക്കിംഗ് സിസ്റ്റം. ഇതൊക്കെ പിന്നീട് ഇട്ടിട്ടുള്ളതാ. വെറുതെ ഇങ്ങനെ അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത് മനസ്സിലാവണില്ലേ. അതാണ് സൺസെറ്റ് പോയിന്റ്. കൂടെ വൈകിട്ട് നമുക്ക് കൂടി വരാം സൺസെറ്റ് പോയിന്റ് കാണാൻ. നമ്മൾ വന്നത് ആ വഴി കൂടെ. അവിടെ ഉണ്ട് ഒരു അമ്പലം. ഇവിടെ ഒക്കെ നശിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറൊക്കെ നശിച്ചു. ഇവിടെ പിന്നെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് പുറത്തൊരു ഗോപുരം. ഇതൊക്കെ വെറുതെ കല്ലട്ടിട്ട് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെ അത്ര വലിപ്പുള്ള കല്ലുകൾ സെറ്റ് ചെയ്തിട്ടുള്ളതാ കണ്ടില്ലേ. ഇതൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഒക്കെ ലോക്കാ. ഞാൻ പറഞ്ഞ പാറ പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ട. ഇതേപോലെ ചെറിയ ഹോൾ അടിച്ചിട്ടാണ് ഇവർ പാറ പൊട്ടിക്കുന്നത്. ചെറിയ ഹോൾ അടിക്കണുള്ളൂ. എന്നിട്ടത് പാറ വിള്ളിക്കുന്നതാണോ അവർ വിള്ളിപ്പിക്കുന്നതാണോന്ന് അറിയില്ല. പാറയുടെ മുകളിൽ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുണ്ട്. അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. അതൊരമ്പല ആ കാണുന്നത്. ഇതൊരു മണ്ടപ്പ്. ഇതുണ്ട, അത് പറഞ്ഞ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. കല്ല് ശ്രദ്ധിച്ചോടാ, ഒക്കെ ഓരോ ഡിസൈനിൽ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. ഫുള്ളൊക്കെ ഇതൊരു ഗോപുരം, അതേപോലെ അവിടെ ഒരു ഗോപുരം. ഇതൊരു അമ്പലട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒന്നുമില്ല, വെറുതെ നോക്കി അടുക്കി വെച്ചിരിക്കുക കല്ല്. എന്ത് വിശ്വാസത്തിലാണല്ലോ അവർ അടുക്കി ചിത്രം. 200 എന്ന് പറയുമ്പോൾ എത്ര വർഷം പഴക്കണം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതിട്ടാ. കണ്ട, ഇതൊക്കെ വെറുതെ പാറങ്കല് അട്ടിട്ട് വെച്ചിരിക്കുക. ഇവർ ഇളകണമെന്നില്ലേ, ഒക്കെ ഭയങ്കര സ്ട്രോങ്. അവിടെ ഇതവിടെ നടക്കണമെങ്കിൽ നടന്നു കഴിയാണ്ടാവും, അത്രയധികം ഉണ്ട്. 52 അടി ഉയരണ്ടെന്ന് പറയണത്. അത് എൻ്റെ മുകളിൽ ചെറിയൊരു കുമ്പുണ്ട് കേട്ടോ. എൻ്റെ മുകളിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ കൊത്തുപണികളും ഡിസൈനുകളൊക്കെ കുറവ്. പക്ഷേ വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ നോക്കി അട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. തൂണുകൾ മാത്രമാണ് ഇങ്ങനെ കൊത്തുപണി എന്ന് പറയാനായിട്ടുള്ളത്. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ എൻട്രിയില്ലേ ലോക്ക. ഇതിലൊക്കെ ഇപ്പോഴും പൂജയാണ് നടക്കുന്നത് തോന്നുന്നില്ല ഈ അമ്പലത്തിൽ. ഞാനവിടെ ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ. ആ അമ്പലം വീരപക്ഷ അമ്പലം. ഒരു കല്ല് തീർത്തിട്ടുള്ള ഒറ്റക്കൽ ശില്പം. നല്ലതാണ് അതിനകത്ത്. പഴയകാല അമ്പലങ്ങളായിരുന്നു തോന്നുന്നുണ്ടോ. എനിക്ക് ചാരിയിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ളതുകൊണ്ട്. ഗോപുരം കാണണ്ട. ഇത് കുറത്തെ കച്ചവട സ്ഥലങ്ങളിലൊന്നായിരുന്നു തോന്നുന്നുണ്ട്.
കാരണം അതേപോലെയാണ് കാണുമ്പോൾ തോന്നണത്. ഇതൊക്കെ അതിൻ്റെ മുകളിലിരിക്കുന്ന കല്ലുകളാട്ടാണ്ട, ഇതേപോലെയാണ് പൊട്ടിച്ചെടുക്കുക. ഉണ്ടല്ലേ അതേപോലെ പീസായിട്ട് കൊത്തിയെടുക്കുന്നത്. ഇതൊക്കെ നോക്കി അതിൻ്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ്ടുള്ളതാ ഈ കാണുന്നതൊക്കെ. എന്തായാലും ശരി നല്ല ഇരിക്കണ നോക്കി. അലമ്പായി തുടങ്ങി പൊടിച്ച് കടിക്കും ചിലപ്പോൾ. പറങ്ങൻ്റെ കടി കടിച്ചിട്ടുണ്ട കാര്യം. ശല്യം എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ശല്യം നോക്കുന്നു. ഇതിനോട് വലിയ ശല്യം. ഒരു പക്ഷേ അമ്പലത്തിൻ്റെ നേരെ സൈഡിൽ ഇതും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇതാ കാണുന്നതൊക്കെ അല്ല ഒക്കെ നശിച്ചു. ഇത് കാരണം ഹംപി ബസാർ പണ്ടത്തെ പെയിൻറ്റിങ്ങുകളൊക്കെ നിങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളതല്ല, ചെറിയ ചെറിയ രീതിയിലുള്ളത്. ഇവിടെ മെയിനായിട്ട് വിൽക്കണ്ടായിരുന്ന എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണങ്ങളും ഡയമണ്ട് വൈരങ്ങൾ അങ്ങനത്തെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിൽക്കണ്ടായിരുന്നത്. അപ്പുറത്ത് കൃഷ്ണ ടെമ്പിൾ ഉണ്ട്, ആ അമ്പലത്തിന് അവിടെ നിന്നിട്ട് വിൽക്കണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലചരക്ക് സാധനങ്ങൾ കണ്ട. ഇതൊക്കെ പണ്ട് കാലത്തെ പെയിൻറ്റിങ് ആട്ടോ. ഇതൊക്കെ എത്ര വർഷം പഴക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുക. പൂപ്പലം നല്ലട്ടാ, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ഇത് കാണുന്നത്. ശരിക്കും ഇത് മൊത്തം ഹംപി വർഷങ്ങളായിട്ട് ഈ വീരപക്ഷമ്പലം തൊട്ടിട്ടാണെങ്കിലും എന്താണെങ്കിലും ഫുള്ള് കാട് കയറി കിടക്കായിരുന്നു. കാട് കയറിക്കുന്ന സാധനം പിന്നീട് ഗവൺമെൻറ് അത് കുറേയൊക്കെ ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ നിലവാരത്തെങ്കിലും ആയത്. പക്ഷെ ഇത്രയും യുദ്ധങ്ങളും കാര്യങ്ങളും നടന്നിട്ടും അമ്പലത്തിന് മാത്രം ഒന്നും പറ്റിയില്ല. പക്ഷെ ബാക്കി അമ്പലത്തിന് ചുറ്റുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളും നശിച്ചു. സൺസെറ്റ് പോയിൻ്റ് ആ കാണുന്നത്, അവിടെയാണ് നമ്മൾ ഇത്ര നേരം ഇരിക്കേണ്ടായിരുന്നത്. വൈകിട്ട് 6 മണിയാകുമ്പോൾ അവിടെ സൺസെറ്റ് കാണാൻ പോവാം. പിന്നെ എല്ലാം ഇതിൻ്റെ ചുറ്റളവിലുള്ളത് സംഭവം നല്ല രസമുണ്ട്. എൻ്റെ പേര് കന്നഡത്തിൽ ഭരണം എന്ന് പറഞ്ഞത്. നമുക്ക് ആ ഹംപിയുടെ ബസാറിലേക്ക് ഇനി പോകണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇത് വരണം. ഇതൊന്ന് വഴിയിൽ നശിച്ചു എന്ന് പറഞ്ഞത് ഒരു വെള്ളം കയറിയിട്ടൊക്കെ. ഇതിൻ്റെ മുകളിലേക്കുണ്ട്, അതിന് മുകളിൽ കണ്ട അവിടെ ഉണ്ട്, ഇതിൻ്റെ താഴത്തുണ്ട്. പക്ഷെ ഇത് നശിച്ചു കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് പണ്ട് കാലത്ത് ഇവിടെ സ്വർണം വൈരങ്ങൾ പവിഴങ്ങൾ അങ്ങനത്തെ വിലമതിക്കാൻ പറ്റാത്ത അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ, അത് അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യേണ്ടായിരുന്നു. ഒന്ന് ആലോചിക്ക്, കല്ല് പൊട്ടിച്ചെടുത്തുള്ള രീതി കണ്ട രക്ഷയില്ല മോനെ. അപ്പോൾ നോക്കി ഉള്ളു നോക്കി, ഞാൻ പറഞ്ഞില്ലേ കല്ലിങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുക എല്ലായിടത്തും. മുകളിലേക്ക് അങ്ങനെ പോകണ്ട കയറണ, മുകളിൽ കല്ല് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അങ്ങനെ മുകളിലേക്ക് കയറി പോകണോ, സ്റ്റെപ്പൊന്നും കാണാനില്ലേ. മുമ്പ് നമ്മൾ നോക്കിയേ ഒരു അത്ഭുതകരമായിട്ടുള്ള സ്ഥലം തന്നെയാട്ടാ. ആടാ ഇതിൻ്റെ മുകളിലൊക്കെ ഈ സംഭവം ഉണ്ട്. അത് എന്തൊരു സെറ്റപ്പ് ഒന്നും എനിക്ക് മനസ്സിലാവണില്ലേ. ചുറ്റുണ്ട്. ഇതെങ്ങനെ അതിൻ്റെ മുകളിലേക്ക് അവർ കയറണത്, ഏതിനെ കയറണത്, വഴി ഒന്നും കാണാനില്ലേ. പക്ഷെ ഇതിൻ്റെ മുകളിലൊക്കെ കല്ല് കൊണ്ട് വെച്ചിട്ടുണ്ട്. നോക്കി രക്ഷയില്ല മോനെ. പക്ഷെ ഹംപിയിൽ വന്നിട്ട് ഈ ഹംപി ബസാർ ഞാൻ മാത്രം കാണാൻ പിടിക്കാൻ വന്നിട്ടുള്ളൂ അവിടെ. വേറെ ഒരാളും എല്ലാവരും ഒരു അമ്പലം കണ്ടിട്ട് പോവാന്നല്ലാണ്ട് ഇതിനുള്ളിൽ ആരും വരുന്നൊന്നുമില്ലേ. ഇത് കണ്ട, ഇതൊക്കെ പണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങുകളാട്ടോ ഇതൊക്കെ. അത് ഇത് ഈ കാണുന്നത് കണ്ട, അന്ന് കാലത്ത് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങാന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റും. എൻ്റെ മോനെ അത് കിണറാന്ന് തോന്നിട്ടില്ല കാണുന്നത്, സംശയം. ഇത് നമ്മൾ കാണണ പോലട്ടാ, ഇവിടുന്ന് അറ്റം വരെ നല്ല ദൂരമുണ്ട്. ഞാൻ വെച്ചാൽ അവിടെ മാത്രമുള്ളതാ. പക്ഷെ ഇത് വലിയൊരു ബസാറായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ചെറിയൊരു ഇതാന്ന് വിചാരിച്ചുള്ളൂ ഹംപി ബസാറിൻ്റെ ഇത് അവിടുത്തെ മാത്രം കണ്ടുള്ളൂ. പക്ഷെ അവിടെ നിന്ന് നോക്കി എത്ര പോരം മൂന്നെന്നറിയോ, അറ്റം കാണണ്ട, അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കണ്ടാ. ഈ സൈഡ് അതേപോലെ ഉണ്ട്, ഇപ്പുറ സൈഡ്. നമ്മളവിടെ ഓട്ടർഷല്ലേ ആൾക്കാരായിട്ട് വേണത്. ഇവിടെ കരിമ്പ് ജ്യൂസ് വണ്ടി ഉണ്ടായിട്ടുള്ളത്.
ജനറേറ്റർ വെച്ചിട്ട് വേടാ എന്തായിട്ടുള്ളത് രക്ഷയില്ല. ഇത് പറഞ്ഞുണ്ട് കേട്ടോ. പിന്നെ കിടക്കണുണ്ടോ അത് കരിമ്പും ജ്യൂസ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. സീൻ മാൻ.